നിലമ്പൂർ എം.എൽ.എ പി.വി. അൻവറിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഇടത് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അതുപോലെ തന്നെ CPM നേതാക്കളായ AK ബാലനും P. രാജീവും അടക്കമുള്ളവർ ശക്തമായി തന്നെ അൻവറിനെതിരെ രംഗത്ത് വന്നു. നിലമ്പൂർ എം.എൽ.എ പി.വി. അൻവറിൻ്റെ പരാമർശങ്ങളെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDF രാഷ്ട്രീയത്തിന് മറുഭാഗത്തുള്ള ഒരു വഴിയും CPIയുടേതല്ലെന്നും അൻവർ LDFന് പുറത്താണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിജിൻ്റെ റിപ്പോർട്ടിലേക്ക്. ഇടതുപക്ഷത്തിന് ഒപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് നേരത്തെയൊക്കെ പ്രഖ്യാപിച്ചതിനു ശേഷം ഇടതുവിരുദ്ധ പൂർണ്ണമായും പ്രചരിപ്പിക്കുന്ന നിലയിലേക്കാണ് നിലവിൽ PV അൻവർ എത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇടതു നേതാക്കൾക്കും ഒക്കെ എതിരായ ശക്തമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അൻവർ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് നിലവിൽ LDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളിൽപ്പെടാത്ത എല്ലാ ത്തിനും എതിരാണ് CPI എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ വാക്കായി നിൽക്കുന്നതിനപ്പുറം മറ്റൊരു അജണ്ട CPIക്കില്ല. PV അൻവർ നിലവിൽ LDFിൽ ഇല്ല എന്ന കാര്യവും വ്യക്തമാക്കി. PV അൻവർ തന്നെ LDFിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഒപ്പം തന്നെ LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. CPI രാഷ്ട്രീയം LDF രാഷ്ട്രീയമാണ്. ആ LDF രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വഴിയും CPIയുടേതാണ്. ആ LDF രാഷ്ട്രീയത്തിൻ്റെ മറുഭാഗത്തുള്ള ഒരു വഴിയും CPIയുടെ വഴിയല്ല. അതുകൊണ്ട് വരവരക്കപ്പെട്ടപ്പോൾ അൻവർ LDFിൻ്റെ മറുഭാഗത്താണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഓരോ ദിവസവും. നിലമ്പൂരിൽ PV അൻവർ നടത്തിയ പൊതുയോഗത്തിൽ ആളുകൾ എത്തിയത് അത് ഇടതുപക്ഷ വിരുദ്ധരുടെ ഒരു സംഘമായിട്ടായിരുന്നു എന്ന കാര്യം CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ കൂട്ടിച്ചേർത്തുള്ള ഒരു യോഗമായിരുന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറഞ്ഞാൽ ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ PV അൻവർ മുതലെടുക്കുന്നത് എന്ന കാര്യവും A. വിജയരാഘവൻ വ്യക്തമാക്കി. അൻവർ ഇപ്പോൾ CPIഎമ്മിൻ്റെ നിലപാടുകൾക്കൊപ്പമല്ല, വിരുദ്ധ ചേരിയിലാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ വരുന്നതിന് അത് തടസ്സമാവുന്നില്ല. ഇനിയും ധാരാളം ആളുകൾ ഇടതുപക്ഷത്തോട് അടുത്ത് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളല്ലാത്തവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിച്ചാൽ ആളുകൾ കൂടും എന്നതിൻ്റെ ഉദാഹരണമാണ് നിലവിൽ കണ്ട PV അൻവർ നടത്തിയ പൊതുസമ്മേളനത്തിലെ ആളുകൾ എന്നും അത് ഒരു കൂട്ടം ആളുകൾ മാത്രമായി കണ്ടാൽ മതി എന്ന കാര്യം LDF കൺവീനർ TP രാമകൃഷ്ണനും വ്യക്തമാക്കി. താൽക്കാലികമാണ്, അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കുന്നുള്ള അറിയില്ല, ആരും കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പം അതിലൊരു പ്രത്യേകതയൊന്നും CPIഎമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തമായി നേരിടുമെന്നായിരുന്നു മന്ത്രി P. രാജീവിൻ്റെ കൃത്യമായ നിലപാട്. അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെയും ഒപ്പം തന്നെ ഇടതു പാർട്ടികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യവും P. രാജീവ് വ്യക്തമാക്കി. CPMന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ അതിനെ ദുർബലപ്പെടുത്താനാണ് ആ ശ്രമം നടത്തുന്നത്. നമ്മുടെ നാട്ടിലുള്ള മതനിരപേക്ഷ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം അതിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. എന്നാൽ ഇതുവരെ അൻവറിനെ ഒരു തരത്തിലും UDFിലേക്ക് അടുപ്പിക്കില്ല എന്ന വ്യക്തമാക്കിയിരുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മലക്കം പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ആവശ്യമായ സമയങ്ങളിൽ UDFിലേക്ക് PV അൻവറിനെ എടുക്കുന്ന കാര്യവും ഒപ്പം തന്നെ PV അൻവറുമായി ചർച്ച നടത്തുന്ന കാര്യവും ആലോചിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കുന്നു. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ LDFിലല്ലായിരുന്ന ഇത്രയും ദിവസം. എന്തായാലും PV അൻവർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ LDFിൽ നിന്ന് വിട്ടതിന് ശേഷം നേരത്തെ തൻ്റെ ഉപ്പയ്ക്ക് സമാനമായ ആളാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിരുന്ന PV അൻവർ നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരായ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു, വിവാദ പ്രസ്താവനകൾ നടത്തുന്നു. ഇതിനെതിരായ ശക്തമായ വിമർശനം പൊതുസമൂഹത്തിൽ ഉയർത്താനും അത് തുറന്നുകാട്ടാനും ഉള്ള നീക്കത്തിലേക്കാണ് നിലവിൽ LDF ഇപ്പോൾ കടക്കുകയും ചെയ്യുന്നത്.